ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ചോദ്യവും ഉത്തരവുമാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എങ്ങനെയാ കണ്ടത്? കമണ്ടലു എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ പിടിക്കുന്ന ഒരു കിണ്ടി പോലത്തെ ഒരു സാധനമാണ്. വാലുണ്ടാവില്ല എന്ന് മാത്രം. അങ്ങനെയുള്ള കമണ്ടലുവിലാണ് അവര് നാണയങ്ങൾ ശേഖരിക്കുക. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ നാണയങ്ങൾ കൊടുത്ത് അതിനൊരു രാശിപ്പണം വാങ്ങിക്കും. രാശിപ്പണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സ്വർണ്ണ നാണയം, മനസ്സിലായില്ലേ? അതിനൊരു രാശിപ്പണം വാങ്ങിക്കും. അങ്ങനെ തൻ്റെ 2 കമണ്ടൽ നിറച്ചും സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ സമയത്ത് ഈ സന്യാസിക്ക് തോന്നിയൊന്ന് കാശി പോയാൽ കൊള്ളാം. എവിടെയാ കാശി? ഉത്തർപ്രദേശിലാണ്. കാശിയുടെ പേരെന്താ? വാരാണസി എന്നാണ്. വിഷ്ണുവിൻ്റെ വലത്തേക്കാലിൽ കൂടി ഉത്ഭവിക്കുന്ന വാരണ എന്നുള്ള നദിയും വിഷ്ണുവിൻ്റെ ഇടത്തേക്കാലിൽ കൂടി ഉത്ഭവിക്കുന്ന അസി എന്നുള്ള നദിയും സംഗമിക്കുന്ന സ്ഥലത്തെയാണ് വാരാണസി എന്ന് പറയാം. സന്യാസി കാശി ലക്ഷ്യമാക്കി പോയി. കാശിയിലെത്തി. കാശിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? കാശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? വിശാലമായി പരന്നു കിടക്കുന്ന ഗംഗാ നദി ഒഴുകുന്ന സ്ഥലമാണ്. ഗംഗയുടെ മണൽത്തിട്ട കാശിയിൽ കാണാൻ സാധിക്കും. കാശിയിൽ പോയ ഏതൊരാളും ചെയ്യുന്നത് ഗംഗാ നദിയിൽ മുങ്ങിക്കുളിച്ച് ഒരു കമണ്ടൽ ജലമെടുത്ത് എന്നിട്ട് എന്താ ചെയ്യുക? വിശ്വനാഥൻ്റെ ശിരസിലേക്ക് സ്വയം അഭിഷേകം ചെയ്യും. അതാണ് കാശിയുടെ പ്രത്യേകത. നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി സാധിക്കും. കാശിയിൽ അങ്ങനെയല്ല. കാശിയിൽ വിശാലമായിട്ടുള്ള ശ്രീകോവിലാണ്. അതിൻ്റെ ഉള്ളിൽ താഴെയാണ് ബിംബം. അപ്പം നമുക്ക് തന്നെ നേരിട്ടിട്ട് ജലം അഭിഷേകം ചെയ്യാം. ഈ സന്യാസി ഗംഗാനദിയുടെ മണൽത്തിട്ടയിൽ അവിടെ നിന്നു. എന്നിട്ട് ചിന്തിക്കുകയാണ്, എൻ്റെ കയ്യിൽ 2 കമണ്ടൽ നിറച്ചും സ്വർണ്ണ നാണയമുണ്ട്. ഇത് താഴെ വെച്ചാൽ ആരെങ്കിലും എടുത്തുകൊണ്ടു. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു. കാശിയിലെ മണൽത്തിട്ടയിൽ ഒരു കുഴി കുഴിച്ചു. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ആ കുഴിയിലേക്ക് തൻ്റെ 2 കമണ്ടലും ഇറക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. ആ ശിവലിംഗത്തിന് മുകളിൽ 2 പുഷ്പം അർപ്പിച്ചു. സന്യാസി കുളിക്കാൻ വേണ്ടി പോയി. സന്യാസി തിരിച്ചു വന്ന സമയത്ത് കണ്ടത് ഗംഗാ നദിക്കര മുഴുവൻ ശിവലിംഗങ്ങളായിരുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? സന്യാസി കുളിക്കാൻ പോകുന്നത് കണ്ടിട്ടാണ് മറ്റൊരാൾ അതുവഴി വന്നത്. അദ്ദേഹം ചിന്തിച്ചു, ഗംഗയിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കണം. ഈ ശിവലിംഗത്തിന് മുകളിൽ 2 പുഷ്പം അർപ്പിക്കണം. അതിനുശേഷം കുളിച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്നാണ്. ഇങ്ങനെ പിറകിൽ വന്നിട്ടുള്ള 100 കണക്കിന് ആൾക്കാർ ഗംഗയുടെ മണൽത്തിട്ടയിൽ ശിവലിംഗങ്ങൾ ഉണ്ടാക്കി കുളിക്കാൻ വേണ്ടി പോയി. സന്യാസി തിരിച്ചു വന്നപ്പോൾ തൻ്റെ ശിവലിംഗം കാണാനേ ഇല്ല. ഗംഗാ നദിക്കര മുഴുവൻ ശിവലിംഗം കഴിയുന്നു. സന്യാസി പാടിപ്പോയി, നഷ്ടം മേ തമ്രഭാജനം, എൻ്റെ സ്വർണം നിറച്ച കമണ്ടലും എനിക്ക് നഷ്ടപ്പെട്ടു. മറ്റ് പല ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കണം. മുമ്പേ ഗമിച്ചീടിന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. ഒരു പശുവിനെ കയറൂരി വിട്ടാൽ ആ പശുവിൻ്റെ പിറകിൽ എല്ലാ പശുക്കളും യാത്ര ചെയ്യും. എന്തിനായി പശു പോകുന്ന ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? പിറകിലുള്ള പശു ചോദിക്കാറുണ്ടോ? നീ എവിടെയാ പോകുന്നു ചോദിക്കാറുണ്ടോ?
ആ പശുവിൻ്റെ പിറകിൽ മറ്റേ പശുവിന് പോകും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും അതിൻ്റെ പ്രമാണം നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം ശ്രുതിക്ക് സമ്മതമാണോ വേദത്തിന് സമ്മതമാണോ എന്ന് ആദ്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും. എന്നാലേ നിങ്ങളത് പറയാൻ വേണ്ടി പാടുള്ളൂ. വേദത്തിന് സമ്മതമല്ലാത്ത ഒരു കാര്യം പോലും നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല. ഏകാദശ സ്കന്ധത്തിൽ യാദവ കുലത്തിൻ്റെ നാശം, 2 ശാപങ്ങളാണ് യാദവ കുലത്തിന് നാശമുണ്ടാക്കിയിരിക്കുന്നത്. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകാൻ പുറപ്പെട്ടു. ഭഗവാനെ കാണാൻ വേണ്ടി അനവധി ഋഷിമാർ, ദേവന്മാരൊക്കെ ദ്വാരകയിലേക്ക് എത്താറുണ്ട്. അതിൽ വിശ്വാമിത്രനുണ്ട്, അസിതനുണ്ട്, കണ്വനുണ്ട്, ദുർവാസാവുണ്ട്, ഭൃഗുവുണ്ട്, ആംഗിരസനുണ്ട്, കശ്യപനുണ്ട്, വാമദേവനുണ്ട്, അത്രിയുണ്ട്, വസിഷ്ഠനുണ്ട്, നാരദനുണ്ട്. അങ്ങനെ ഋഷിമാരുടെ ഒരു ബാച്ച് വരും. അത് കഴിയുന്ന സമയത്ത് ദേവന്മാരുടെ, ബ്രഹ്മാവടക്കമുള്ള ദേവന്മാരുടെ ആൾക്കാർ വരും. ഇങ്ങനെ അനവധി ആൾക്കാർ ഭഗവാനെ കാണുന്നു. 125 വർഷം ഭഗവാൻ ഭൂമിയിൽ ജീവിച്ചു. ഇനി നേരെ വിഷ്ണു ലോകത്തേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. എവിടെ നിന്നാണോ വന്നത് ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. എല്ലാവരും ഈ വിഷയം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞവരൊക്കെ ദ്വാരകയിലേക്ക് വരുന്നു, ഭഗവാനെ കാണുന്നു, ഭഗവാനോട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യാദവ കുട്ടികൾക്കൊരു രസം തോന്നി. ആ യാദവ കുട്ടികൾ എന്താ ചെയ്തതെന്നറിയോ? ശ്രീകൃഷ്ണപുത്രനായിട്ടുള്ള സാമ്പനെ പെൺവേഷം കെട്ടിച്ചു. എന്നിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി. മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ട് ആദ്യം വിശ്വാമിത്രൻ പുറത്തേക്ക് വരുന്നതാണ്. വിശ്വാമിത്രൻ കുറച്ച് ദേഷ്യമുള്ള ആളാണ്, സാധാരണയാളൊന്നുമില്ല. അപ്പോൾ ഈ യാദവ കുട്ടികൾ വിശ്വാമിത്രനോട് ചോദിച്ചു, ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പ്രസവിക്കുന്നത് ആണോ പെണ്ണോ എന്ന് ചോദിച്ചു. ചോദ്യമൊക്കെ നല്ല ചോദ്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരോടാ ചോദിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ? ചോദിച്ചത് വിശ്വാമിത്രനോടാണ്. വിശ്വാമിത്രൻ നോക്കി, വിശ്വാമിത്രൻ കാര്യം മനസ്സിലായി. ഇപ്പോൾ വിശ്വാമിത്രൻ ഒരു ശാപം കൊടുത്തു, മുസലം കുലനാശ. ആ കുട്ടി പ്രസവിക്കുന്നത് ആണുമല്ല പെണ്ണുമല്ല. പിന്നെ ആരാ പ്രസവിക്കുന്നത്? പ്രസവിക്കുന്നത് ഒരു ഇരുമ്പലക്കയാണ്. ആ ഇരുമ്പലക്ക ഇവരുടെ നാശത്തിന് കാരണമാകുന്നു. കുട്ടികൾക്കാകെ പേടി. കുട്ടികൾ നേരെ അടുവെടുത്ത് ഇരുമ്പലക്ക എടുത്ത് ഉഗ്രസേനൻ്റെ സഭയിലേക്ക് ഇരുന്നു. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ചെയ്ത് നടന്ന കാര്യങ്ങളാണ്. സാധാമ്പന് പ്രസവവേദന വന്നത് തുടയുന്നതാണ് പറഞ്ഞത്. അറിയില്ല, സാമ്പന് വന്നത് തുട കീറിയിട്ടാണ് ഇരുമ്പലക്ക പുറത്തേക്ക് വന്നത്. ആ ഇരുമ്പലക്ക എടുത്തിട്ടാണ് യാദവ കുട്ടികൾ ഉഗ്രസേന രാജാവിൻ്റെ സഭയിൽ പോയത്. അപ്പോൾ ഉഗ്രസേന രാജാവ് പറയുകയാണ്, ഇത് രാഗി പൊടിച്ച് സമുദ്രത്തിൽ കലക്കണം, രാഗി പൊടിച്ച് സമുദ്രത്തിൽ കലക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. സമുദ്രതീരത്ത് യാദവന്മാർ ഈ സാധനത്തെ കൊണ്ടിട്ട സമയത്ത് രാഗി തീരാതിരുന്ന സമയത്ത് ഒരു കഷ്ണം ഇരുമ്പ് ബാക്കിയായി. അതിനെയും വെള്ളത്തിലിട്ടു. അവസാനം ബാക്കിയായ കഷ്ണത്തെ ഒരു മത്സ്യം വിഴുങ്ങി. ഒരു വേടൻ, ഒരു മുക്കുവന് ആ മത്സ്യത്തെ കിട്ടി. മുക്കുവൻ എന്ത് ചെയ്തു? ആ മത്സ്യത്തെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അതിനെ കീറി നോക്കുന്ന സമയത്ത് ഒരു കഷ്ണം ഇരുമ്പ് കിട്ടിയെന്നാണ്. ആ ഇരുമ്പ് ഒരു കൊല്ലൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അയാൾ എന്ത് ചെയ്തു? നല്ലവണ്ണം പഴുപ്പിച്ച് അടിച്ച് പരത്തി ഒരു ശരം ഉണ്ടാക്കി ഇയാൾക്ക് തന്നെ കൊടുത്തു. ശരമുണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ ഭഗവാൻ അറിഞ്ഞു എന്നാണ്.
രണ്ടാമത്തെ ശാപം കിട്ടിയത് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഗാന്ധാരിയുടെ മക്കളെല്ലാം കൊല്ലപ്പെട്ടു. ദുശാസനം മരിച്ചു, ദുര്യോധനൻ മരിച്ചു, എല്ലാവരും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട തൻ്റെ മക്കളുടെ ശവശരീരം കാണാൻ വേണ്ടി കണ്ണു തുറക്കാതെ ഗാന്ധാരി കുരുക്ഷേത്രത്തിലേക്ക് എത്തി. എന്നിട്ട് അവിടെ വീണ് കിടക്കുന്ന ദുര്യോധനൻ്റെ ശരീരം മടിയിൽ വെച്ച് ഗാന്ധാരി മാതാവ് ഇങ്ങനെ കരയുകയാണ്. അപ്പൊ ശ്രീകൃഷ്ണനും യുധിഷ്ഠിരനും ഗാന്ധാരി മാതാവിനെ കാണാൻ വേണ്ടി കുരുക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിരനും ഗാന്ധാരി മാതാവിനെ കാണാൻ വേണ്ടി എവിടെ പോകുന്നു? കുരുക്ഷേത്രത്തിലേക്ക് പോകും. കുരുക്ഷേത്രത്തിൽ വെച്ച് ഗാന്ധാരി മാതാവിനെ അടുത്തെത്തുമ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, നീ ഇവിടെ നിന്ന്, ഞാൻ ആദ്യം പോവാം എന്ന് പറഞ്ഞോളൂ. അങ്ങനെ ഭഗവാൻ ആദ്യം പോയിട്ട് ഗാന്ധാരിയുടെ അടുത്തെത്താനാവുമ്പോൾ ഗാന്ധാരി മാതാവ് ചോദിച്ചു, കേശവനാണോ എന്ന് ചോദിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധാരിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഗാന്ധാരി പറഞ്ഞു, കൃഷ്ണ, നീയാണ് ഈ യുദ്ധത്തിന് ഉത്തരവാദി. എൻ്റെ മക്കളെ മുഴുവൻ കൊല്ലിച്ചത് നീയാണ്. ഇന്നേക്ക് 38 വർഷം തീരുമ്പോൾ എങ്ങനെയാണോ എൻ്റെ മക്കൾ തമ്മിലടിച്ച് മരിച്ചത്, അതേപോലെ നിന്റെ കുലം തമ്മിലടിച്ച് മരിക്കുന്നു. ഒരു ശാപം കൊടുത്തു. എത്ര ശാപായി? 2 ശാപായി. ആദ്യത്തെ ശാപാര കൊടുത്തത്? ഋഷിമാരുടെ ശാപം കിട്ടി. രണ്ടാമത്തെ ശാപാര കൊടുത്തത്? ഗാന്ധാരി മാതാവിൻ്റെ ശാപം. ആ സമയത്ത് യുധിഷ്ഠിരനോട് ഭഗവാൻ പറയുന്നത്, യുധിഷ്ഠിര, എനിപ്പോരി ഗാന്ധാരി അതുവരെ ശേഖരിച്ചു വെച്ചിട്ടുള്ള തപ ചൈതന്യത്തെ കൃഷ്ണനിലേക്ക് കൊടുത്തു. പിന്നെ വട്ടപൂജയാണ്. അല്ലാതെ യുധിഷ്ഠിരനായിരുന്നു ആദ്യം വന്നിരുന്നുവെങ്കിൽ ശാപം ആർക്കാ കിട്ടുക? യുധിഷ്ഠിരനാ കിട്ടുക. അങ്ങനെയാണെങ്കിൽ പാണ്ഡവംശം ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ വിട്ടുപോയതാണ് ഇവിടെ ഏകാദശ സ്കന്ധത്തിൽ സൂചിപ്പിച്ചത്. ഏതായി ഇപ്പോൾ പഞ്ചമസ്കന്ധത്തിൽ വിട്ടുപോയത്? പഞ്ചമസ്കന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഋഷഭന്റെ പുത്രന്മാരായ നവയോഗികൾ എന്നുള്ള ആൾക്കാരുണ്ട്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. അങ്ങനെയാണ് നവയോഗികൾ. ഈ നവയോഗികളെ കുറിച്ച് പഞ്ചമസ്കന്ധത്തിൽ പരാമർശമില്ല. എന്നാൽ നവയോഗികളെ കുറിച്ചുള്ള പരാമർശമുള്ളത് ഏതിലാണ്? ഏകാദശത്തിലാണ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അതാണ് യോഗി. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. യോഗി എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായി നേരിട്ട് യാതൊരു ഉപാധിയും കൂടാതെ താൻ ഈശ്വരനാണ് എന്ന ബോധത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയാണ്. ഈശ്വരൻ ആര് എന്ന് ചോദിച്ചാൽ യോഗി തന്നെയാണ് ഈശ്വരൻ. ഭോഗർ എന്നുള്ള സിദ്ധന്റെ ജീവസമാധിയാണ് പളനിയിൽ. ഇനി അടുത്ത യോഗിയുണ്ട്, കന്യാകുമാരിയാണ്. കന്യാകുമാരിയിൽ വിവേകാനന്ദപ്പാറയുടെ നേരെ മുന്നിൽ തിരുവള്ളുവരുടെ വലിയ പ്രതിമയുണ്ട്. കന്യാകുമാരി പ്രതിഷ്ഠയുടെ ഉള്ളിലാണ് തിരുവള്ളുവരുടെ ജീവസമാധി. നന്ദനാരുടെ ജീവസമാധി. തഞ്ചാവൂരില് സുന്ദരന്താരുടെ ജീവസമാധി. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ഓരോരുത്തരുമായി ബന്ധപ്പെട്ട ജീവസമാധി നമുക്ക് കാണാൻ സാധിക്കും. ആണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത.
ദേവനും ഒന്നാണ് എന്നുള്ള ഭാവത്തിലാണ് അവരിയ്ക്കുന്നത് തന്നെ. തന്നിൽ നിന്ന് ദേവനെ മാറ്റാൻ വേണ്ടി സാധിക്കില്ല, ദേവനിൽ നിന്ന് തന്നെ മാറ്റാനും സാധിക്കില്ല. ആദ്യത്തെ ചോദ്യം ചോദിച്ചു. ആരാ ചോദിച്ചത്? കവി എന്നുള്ള ഋഷീശ്വരനാണ് നിമി ചക്രവർത്തിയോട് സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നിമി ചക്രവർത്തി ചോദിക്കുകയാണ്, ഭഗവത് ധർമ്മം എന്നാൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കവി എന്നുള്ള ഋഷീശ്വരൻ പറയുകയാണ്, എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ദേഹാദികൾക്ക് അതീതമായ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. എല്ലാ കർമ്മങ്ങളും ഈശ്വരനായി കണ്ടുകൊണ്ട് സമർപ്പിക്കുക. ശരീരം, മനസ്സ്, വാക്ക്, ഈ ത്രിവിധ കർമ്മങ്ങളാൽ നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നാരായണനായി കണ്ടുകൊണ്ട് സമർപ്പിക്കുന്നതിനെയാണ് ഭഗവത് ധർമ്മം എന്ന് പറഞ്ഞിരിക്കുകയാണ്. വാച മനസ്സേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതിർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇപ്പം ശരീരം, വാക്ക്, മനസ്സ്, ഇവ കൊണ്ട് നാം എന്തൊക്കെയാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാൻ നാരായണനായി കണ്ടുകൊണ്ട് സമർപ്പിക്കുന്നതിനെയാണ് ഭഗവത് ധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഇപ്രകാരം ദിവ്യലക്ഷണം ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണം എന്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹരി എന്നുള്ള ഋഷീശ്വരൻ, കവി ഹരി എന്നുള്ള ഋഷീശ്വരൻ പറയുകയാണ്, ലോകത്തെ മുഴുവൻ ഭഗവന്മയമായി കാണുന്നവരാണ് ഉത്തമ ഭക്തൻ. 3 തരത്തിലാണ് ഭക്തന്മാരെ പറഞ്ഞിരിക്കുന്നത്: ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ. ഈ കാണുന്നതെല്ലാം ഭഗവൻ മായയാണ് എന്നറിഞ്ഞ് അതിലൊന്നും ഭ്രമിക്കാതിരിക്കാൻ ഉത്തമ ഭക്തന് സാധിക്കുന്നതാണ്. സുഖദുഃഖേ സമയേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായുജ്യസ്യ നൈവ പാപം അവാപ്സ്യസി. സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് മനസ്സിലാക്കി സ്വയം കർമ്മനിരതരാവുക എന്നാണ്. എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയാലും ക്ഷണനേരം പോലും ഭഗവത് ചിന്ത ഉപേക്ഷിക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തൻ്റെ പ്രാണനെ അടക്കം ഭഗവാനിലേക്ക് ഇവർ കൊടുത്തിരിക്കുകയാണ്. ഈശ്വരനിൽ പ്രേമവും ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തോട് മൈത്രിയും ബാലശന്മാരോട് കരുണയും ശത്രുക്കളോട് ഉപേക്ഷാ മനോഭാവവും തോന്നുന്നവൻ മധ്യമ ഭക്തന്മാരാണ് എന്ന് സൂചിപ്പിച്ചു. എന്നാൽ ഈശ്വര സേവ എന്നുള്ള പേരിൽ അർച്ചന, പൂജ എന്നിവയൊക്കെ ചെയ്യുമെങ്കിലും ഭക്തന്മാരോടും സമൂഹത്തോടും പ്രകൃതിയോടും ഒരു താല്പര്യവും കാരുണ്യവും കാണിക്കാത്തയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ വിളിച്ചിരിക്കുന്നത് പ്രാകൃത ഭക്തൻ എന്നാണ്. ഉത്തമ ഭക്തനായി, മധ്യമ ഭക്തനായി, പ്രാകൃത ഭക്തനായി. ഈ 3 ഭക്തന്മാരെ കുറിച്ച് സൂചിപ്പിച്ചയാളാണ് ഹരി എന്നുള്ള ഋഷീശ്വരൻ. ഈ ഹരി തപസ് ചെയ്ത ഒരു ഗുഹ നമ്മുടെ ജില്ലയിലാണുള്ളത്. ഹരി തപസ് ചെയ്ത ഒരു ഗുഹ നമ്മുടെ ജില്ലയിലാണുള്ളത്. ഏത് ജില്ല? അതിൻ്റെ ഉള്ളിൽ പോയി കുറച്ച് സമയം ഇരിക്കുക, എന്നാൽ നമ്മുടെ ബുദ്ധി നേരെ ആയിക്കിട്ടും.
പിന്നെ ഇങ്ങോട്ട് വരണം തോന്നണ്ട, അവിടെ തന്നെ ആയിക്കോട്ടെ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഭഗവൻ മായയിലാണ് ദേഹ അഭിനിവേശം ഉണ്ടാകുന്നത്. അത് കേട്ട നിമി മായ എന്താണ് എന്ന് ചോദിക്കുക. മായ എന്ന് നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് മായ. മായ മായ എന്താ മായ എന്ന് ചോദിച്ചു. മായ എന്താന്ന് ചോദിച്ച സമയത്ത് മായ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല, എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അങ്ങനെ മായ എന്താണ് എന്ന് ചോദിക്കുകയാണ് നിമി. അതിനുത്തരം പറയുന്നത് അന്തരീക്ഷൻ എന്നുള്ള ഋഷീശ്വരനാണ്. അന്തരീക്ഷൻ എന്നുള്ള ഋഷീശ്വരൻ പറയുകയാണ്, ചെറിയൊരു കഥ ഞാൻ പറഞ്ഞു തരാം. മഹാവിഷ്ണുദേവന്റെ കൂടെയാണ് മായയുള്ളത്. മഹാവിഷ്ണുദേവന്റെ കൂടെയാണ് മായയുള്ളത്. ഈ മായയെ എങ്ങനെയാണ് നിനക്ക് കാണിച്ചു തരിക? പക്ഷെ അതിന് ഞാനൊരു കഥ പറഞ്ഞുതരാം. നാരദന് കുറേ കാലമായിട്ട് ഈ മായ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നാരദ മഹർഷിക്ക് കുറേ കാലമായിട്ട് ആഗ്രഹമുണ്ടായപ്പോൾ നാരദ മഹർഷി മഹാവിഷ്ണുവിനെ സമീപിച്ചു. മഹാവിഷ്ണുദേവനോട് പറഞ്ഞു, എനിക്ക് ഈ മായ കാണണമെന്നുണ്ട്. അപ്പൊ വിഷ്ണുദേവൻ പറഞ്ഞു, എന്തിനാണോ മായയൊക്കെ കാണുന്നത്? ഇപ്പൊ കണ്ടത് തന്നെ പോരെ, എന്തിനാ നീ മായക്ക് നിൽക്കുന്നത്? അല്ല, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്നാ വാ നമുക്ക് നടക്കാന്ന് പറഞ്ഞു മഹാവിഷ്ണുദേവനും നാരദനും കൂടി റോഡിന്റെ നദിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുക. കുറച്ച് ദൂരം നടന്നു. അപ്പൊ നടന്ന സമയത്ത് എന്താ ഉണ്ടായെന്നറിയോ? കുറച്ച് മുന്നോട്ടൊക്കെ നടന്നപ്പോൾ മഹാവിഷ്ണുദേവൻ പറഞ്ഞു, നാരദരെ എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വേണം പറഞ്ഞു. ഓ, അതുകൊണ്ടെന്താ ഭഗവാനെ ഞാനിപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. നാരദൻ വെള്ളത്തിന് പുറകെ പോയി. കുറച്ച് ദൂരെ അങ്ങ് പോയപ്പോൾ നാരദൻ ഒരു ചെറിയ കുടിൽ കണ്ടു. ആ കുടിലിൽ ഒരു യുവതി കിണറിൽ നിന്ന് വെള്ളം വലിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നാരദൻ കാണും. നാരദന് വലിയ സന്തോഷമായി. ഏതായാലും വിഷ്ണു ഭഗവാന് വെള്ളം കൊണ്ടു കൊടുക്കാനും ആദ്യം ഒന്ന് കുടിക്കാം, എൻ്റെ വയറ് നിറയ്ക്കാം, അതിനുശേഷം വിഷ്ണു ഭഗവാനെ കൊണ്ടു കൊടുക്കാനൊക്കെ വിചാരിച്ചു. നാരദൻ അവരിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. വെള്ളം വാങ്ങി കുടിക്കുന്ന സമയത്ത് ഈ യുവതിയുടെ മുഖത്തിങ്ങനെ നോക്കി. എന്നിട്ട് യുവതിയോട് ചോദിച്ചു, അല്ല, ഇതിപ്പോൾ നിങ്ങളുടെ വീട് തന്നെയാണോ? അപ്പോൾ യുവതി പറഞ്ഞു, അതെ. ഒറ്റയ്ക്കേ ഉള്ളൂ? രണ്ടാമത് ചോദ്യം. അപ്പോൾ യുവതി പറഞ്ഞു, അതെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ല, കൂട്ടിനൊരാൾ വേണം തോന്നിയില്ലേ? ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ വീണ്ടും നാരദൻ കുശല പ്രശ്നം, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കട്ടെ? ഒറ്റ ചോദ്യം. അതിലാ യുവതി വീണു. വീണപ്പോൾ എന്തായി? വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ വിഷ്ണു ഭഗവാൻ മരത്തിന്റെ ചോട്ടിലാണുള്ളത്, വെള്ളത്തിന് പറഞ്ഞാണ്. ഇയാളുടെ കല്യാണത്തിന് കോപ്പ് കൂട്ടി പന്തലൊക്കെ ഇട്ട് സുഖസുന്ദരായിട്ട് കല്യാണം കഴിഞ്ഞ് അവിടെ വിശ്രമിക്കാൻ പുറപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഏതായാലും പശുവിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. പശുവിനെ വാങ്ങി. പിന്നെ പശുവിനെ നോക്കണം എന്നുണ്ടെങ്കിൽ അതിന് പുല്ല് പറിക്കണം, കാട്ടിൽ പോകണം, അവിടുന്ന് പുല്ല് പറിച്ചു കൊണ്ടുവരണം. എല്ലാം കൂടി ഗൃഹസ്ഥ ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നദിയിലെ വെള്ളം ഇങ്ങനെ ഉയരുന്നത്. നല്ല മഴ പെയ്തു, നദിയിലെ വെള്ളം ഉയർന്നു. വെള്ളം ഉയർന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നാരദൻ താമസിക്കുന്ന ഗൃഹത്തിൻ്റെ ഉള്ളിൽ വരെ വെള്ളെത്തിയ സമയത്ത് പശു ഒഴുകാൻ തുടങ്ങി, പശുക്കുട്ടി ഒഴുകാൻ തുടങ്ങി, നാരദൻ്റെ കുട്ടികൾ ഒഴുകാൻ തുടങ്ങി, ഭാര്യ ഒഴുകാൻ തുടങ്ങി, പാത്രം ഒഴുകാൻ തുടങ്ങി. അങ്ങനെ എല്ലാ സാധനവും ഒഴുകാൻ തുടങ്ങിയപ്പോൾ നാരദൻ ഏതാ പിടിക്കേണ്ടതെന്ന് അറിയില്ല. ഭാര്യയാണോ പിടിക്കേണ്ടത്, കുട്ടികളെയാണോ പിടിക്കേണ്ടത്,
പശുവിനെയാണോ പിടിക്കേണ്ടത്? എല്ലാം ഒഴുകാൻ തുടങ്ങിയതാണ്. അപ്പം നാരദൻ ഏതോ ഒരു സാധനത്തിന് കിട്ടിയപ്പോൾ കെട്ടിപ്പിടിച്ചാണ് നിന്നു. ബാക്കിയെല്ലാം ഒലിച്ചുപോയി. അപ്പോഴാണ് വിഷ്ണു ഭഗവാന്റെ ശബ്ദം, നാരദരെ വെള്ളം എവിടെയെന്നാണ്. ആ പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തലയൊന്ന് കുടഞ്ഞു. നാരദൻ നോക്കുന്ന സമയത്ത് വീടുമില്ല, വെള്ളവുമില്ല, കുട്ടിയില്ല, കുടിയില്ല, ഒന്നുമില്ല. നാരദൻ ഇരിക്കുന്നത് ഒരു കുറ്റിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ്. വിഷ്ണു ഭഗവാന്റെ ഇപ്പുറത്തിരിക്കുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ നാരദനോട് ചോദിച്ചു, നാരദനെ മായ കണ്ടില്ലേ? കണ്ടു ഭഗവാനെ. നീ ഒന്നുകൂടി കാണണമെന്നുണ്ടോ? നീ കാണണമെന്നേ ഇല്ല. ഇതാണ് മായ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയാണോ സംഭവിക്കുക അതൊന്നും നമുക്കറിയില്ല. ഇതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ മായയെ എങ്ങനെ ജയിക്കാം എന്നാണ് അടുത്ത ചോദ്യം. ഈ മായയെ എങ്ങനെ ജയിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ചോദിച്ചു. അപ്പോഴാണ് പ്രബുദ്ധൻ എന്നുള്ള ഋഷീശ്വരൻ പറയുകയാണ്, പ്രപഞ്ച വസ്തുക്കളിൽ മേലുള്ള ആസക്തി കുറയുകയും ഭഗവത് പ്രേമത്തിലുള്ള ആസക്തി വർദ്ധിക്കുകയുമാണ് വേണ്ടത്. ഗുരുവിനെ സമീപിച്ച് ശ്രവണം, നാമജപം, ഭഗവത് കഥാനുകഥനം ഇതൊക്കെ ചെയ്ത് നമുക്ക് ഇതിനെ ജയിക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറയുകയാണ്. പിന്നീട് പറയാണ്, എന്താണ് ബ്രഹ്മം എന്ന് ചോദിക്കുകയാണ്. എന്താണ് ബ്രഹ്മം എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പിപ്പലായനൻ എന്നുള്ള ഋഷീശ്വരൻ അദ്ദേഹം പറയാണ്, ബ്രഹ്മത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഇവിടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾക്ക് ഹേതു, സ്വയം സൃഷ്ടി മുതലായവയ്ക്ക് വിധേയനാകാത്തതുമാണ് ബ്രഹ്മം. അത് എല്ലാ അവസ്ഥകളിലും എല്ലാറ്റിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഉത്ഭവമില്ല, വളർച്ചയില്ല, തളർച്ചയില്ല, അതേപോലെ തന്നെ ശോഷിക്കലില്ല, നാശമില്ല. പറയിവെറ്റ പന്തിരുകുലം എന്ന് കേട്ടിട്ടുണ്ട്. ആരൊക്കെയാ പറയിവെറ്റ പന്തിരുകുലത്തിലുള്ളത്? നീ കേട്ടവർ പറയാലോ. നാരായണത്ത് ഭ്രാന്തനെ 12 മക്കളെ പെറ്റൊരമ്മേ. ആരേലും ഉണ്ടായിരുന്നു സംഭവിച്ചു. തോൾ അഗ്നിഹോത്രി, പിന്നീട് വായില്ല കുന്നിലപ്പൻ, വടുതല നായർ, കാരക്കൽ മാതാ തുടങ്ങിയിട്ട് അകവൂർ ചാത്തൻ വരെയുള്ള. അതിൽ അകവൂർ ചാത്തൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. അകവൂർ ചാത്തൻ അഗ്നിഹോത്രികളുടെ ഗൃഹത്തിലേക്ക് എത്തുന്നു. അഗ്നിഹോത്രികളുടെ ഗൃഹം എന്ന് പറയുന്നത് തൃത്താലയിലാണ്. പട്ടാമ്പിയിൽ നിന്ന്, കൊപ്പത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ രായിരനെല്ലൂർ മല എന്നൊരു മലയുണ്ട്. അവിടെയാണ് നാരായണത്ത് ഭ്രാന്തൻ്റെ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ആ മലയുടെ മുകളിലേക്കാണ് നാരായണത്ത് ഭ്രാന്തൻ എന്തുരുട്ടിക്കൊണ്ടുപോയത്? കല്ലുരുട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ നിന്ന് കല്ലിങ്ങനെ വിടും, നേരെ കൈകൊട്ടിച്ചിരിക്കും. മേലോട്ടേക്ക് കയറാൻ കുറച്ച് വിഷമം. നമ്മൾ ഇതിങ്ങനെ നോക്കി നിൽക്കും. ഇപ്പോൾ രായനെല്ലൂർ മലയുടെ മുകളിൽ മലകയറ്റമുണ്ട്. അന്ന് പോയി കഴിഞ്ഞാൽ കാണാം, മേലെ ഇങ്ങനെ വലിയ കല്ലും പിടിച്ച ഒരാളിങ്ങനെ നിൽക്കുന്നത് കാണാം. ഇത് നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രതിമയാണ്. പട്ടാമ്പിയിൽ നോക്കിയാൽ രായനെല്ലൂർ മലയുടെ മുകളിൽ ഈ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. താഴെ നിന്ന് മുകളിലേക്ക് വലിയ മല, അത് കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ രായനെല്ലൂർ മലകയറ്റമായി. അങ്ങനെയുള്ള മലകളൊക്കെ ഉണ്ട്. ഇടയ്ക്കെല്ലാം ഒന്ന് കയറി നോക്കാം നമുക്ക്. അപ്പം ഇവിടെ നമ്മളോട് പറയാണ്, മേളത്തോൾ അഗ്നിഹോത്രിയും അകവൂർ ചാത്തനും ഒരുമിച്ച് വരരുചിയുടെ ശ്രാദ്ധ ദിനത്തിൽ എല്ലാവരും ഒരുമിച്ച് തൃത്താലയിലേക്ക് എത്തും. മേളത്തോൾ അഗ്നിഹോത്രിയും അകവൂർ ചാത്തനും ഒരുമിച്ച് പോകാൻ വേണ്ടി പുറപ്പെട്ടു എന്നാണ്. അവരുടെ ഗൃഹത്തിലേക്ക്, അവരുടെ അമ്പലത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകും. 3 മണിക്ക് അഗ്നിഹോത്രികൾ എഴുന്നേറ്റ് അഗ്നിഹോത്രം ചെയ്ത്
ത്രിപുണ്ഡ്രമായിട്ട് ഭസ്മമൊക്കെ ധരിച്ച് ഒരൊറ്റ മുണ്ടൊക്കെ ധരിച്ച് നേരെ അമ്പലത്തിലേക്ക് പോകും. അകവൂർ ചാത്തനെ സംബന്ധിച്ചിടത്തോളം കുളിയില്ല, ജപമില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല. കിടന്നെടുക്ക് കിടത്തം. പിന്നെ അഗ്നിഹോത്രികളുടെ കൂടെ ഇങ്ങനെ പോകും. അതിന് ജപിക്കുകയും വേണ്ട, കുളിക്കുകയും വേണ്ട, പല്ലും തേക്കേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് അമ്പലത്തിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കും. അഗ്നിഹോത്രികൾ വരുമ്പോൾ തിരിച്ചു വരും. ഒരു ദിവസം ഈ ചാത്തൻ ഇങ്ങനെ അഗ്നിഹോത്രിയോട് ചോദിച്ചു, നിങ്ങൾ ആരോടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാവുന്നില്ല. അപ്പോൾ അഗ്നിഹോത്രികൾ വിചാരിച്ചു, ഈ ചാത്തൻ വെറും പൊട്ടനായിട്ടില്ലേ കാണുന്നത്, ഒന്നുമില്ലല്ലോ, കുളിയില്ല, ജപവുമില്ല, പല്ല് തേക്കലില്ല, ഒന്നുമില്ല. പിന്നെ ശ്രാദ്ധത്തിൻ്റെ അന്ന് മാത്രമേ കുളിയുള്ളൂ. അപ്പം അഗ്നിഹോത്രിയോട് പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ബ്രഹ്മം എന്നൊരു സാധനമുണ്ട്. അപ്പം ചാതൻ ചോദിച്ചു, എന്നാ ഈ ബ്രഹ്മം? അപ്പോൾ അഗ്നിഹോത്രിയൊക്കെ ദേഷ്യം വന്നപ്പോൾ അഗ്നിഹോത്രികൾ പറഞ്ഞു, അത് നീ പോത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരോട്? ഈ ചാത്തനോട് ചോദിച്ചു. പറഞ്ഞു, കണ്ടിട്ടുണ്ട്. എന്നാൽ ആ പോത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ, മാടൻ പോത്തിനെ പോലെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അഗ്നിഹോത്രികൾ കാണുന്നത് 3 മണിക്ക് അഗ്നിഹോത്രികളുടെ കുളി കഴിയുമ്പോഴത്തേക്കും ചാത്തൻ്റെ കുളി കഴിഞ്ഞു. എന്നിട്ടെന്തായി? ഒരു മുണ്ട് തരുമോയെന്ന് ചോദിച്ചു. ഇപ്പം മുണ്ടൊക്കെ വാങ്ങി ത്രിപുണ്ഡ്രമായിട്ട് ഭസ്മമൊക്കെ ധരിച്ചു, ഗംഭീരമായിട്ട് ഭസ്മമൊക്കെ ധരിച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കുറേ സമയം ഇങ്ങനെ നോക്കി. എന്നിട്ട് അഗ്നിഹോത്രികൾ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങിക്കോ. ആരോടാ പറഞ്ഞത്? ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള പോത്തിനോട് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങിക്കോ. തല ചരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പ് കുടുങ്ങിപ്പോകും. ഇത് അഗ്നിഹോത്രികൾ കേൾക്കുന്നുണ്ട്. അഗ്നിഹോത്രിയോട് ചോദിച്ചു, എടോ നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതൊരു മാടൻ പോത്ത് അതിൻ്റെ ഉള്ളിലുണ്ട്, ഇന്നലെ പറഞ്ഞില്ലേ, അയാളോട് ഞാൻ സംസാരിച്ചത്. അയാളുടെ കൊമ്പ് കുറച്ച് വലുതായതുകൊണ്ട് ഈ ശ്രീകോവിലിൻ്റെ വാതിൽ ചെറുതാണ്, അതുകൊണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. കുറേ സമയമായി കളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതാ, കൊമ്പ് ജയിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോ. കുളിക്കാതെ നടക്കുന്ന, ജപിക്കാതെ ഇരിക്കുന്ന, മനസ്സിലായി? ചാത്തന് ബ്രഹ്മത്തെ മനസ്സിലായി. കുളിച്ച് പൊട്ടും തൊട്ടും ഭസ്മവും തട്ട് ധരിക്കുന്ന ഉമ്മക്ക് ബ്രഹ്മത്തെ തിരിഞ്ഞ ഇതുവരെയായിട്ട്. വനാന്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗുരുകുലം ഉണ്ടായിരുന്നു. ആ ഗുരുകുലത്തിൽ കുറേയധികം ശിഷ്യന്മാർ, ഗുരു. വനാന്തരത്തിലാണ് ഗുരുകുലം. ശിഷ്യന്മാർ അതിസമർത്ഥന്മാരാണ്. അതിൽ ഗുരുവിൻ്റെ മകൻ തന്നെയാണ് ഏറ്റവും വലിയ ആളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ മകൻ ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, ഈ പഠിച്ച വിഷയങ്ങളിൽ എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? എന്താണ് ഈശ്വരൻ? അതാണ് എൻ്റെ സംശയം. അപ്പോൾ ഗുരുനാഥൻ മകനിങ്ങനെ നോക്കി. എല്ലാ വിഷയങ്ങളും ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, ഗുരുനാഥൻ പറഞ്ഞു, അന്നമാണ് ഈശ്വരൻ. മകൻ എന്ത് ചെയ്തു? അന്നത്തെ സസൂക്ഷ്മം വീക്ഷിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ മകന് മനസ്സിലായി, അന്നജത്തിൻ്റെ മുകളിൽ വേറെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. ഈ തന്മാത്രക്ക് മുകളിൽ വേറെ എന്തോ സാധനം ഉണ്ടെന്ന് മനസ്സിലായി. അന്നമല്ല ഈശ്വരൻ എന്ന് മകന് മനസ്സിലായി. മകൻ എന്ത് ചെയ്തു? കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഗുരുനാഥനടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങ് എന്നോട് പറഞ്ഞത് അന്നമാണ് ഈശ്വരൻ എന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായത് അന്നമല്ല ഈശ്വരൻ എന്നാണ്. അപ്പോൾ വീണ്ടും അതേ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ഈശ്വരൻ. ആദ്യം എന്താ പറഞ്ഞത്? അന്നമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ഇപ്പം എന്താ പറയുന്നത്? പ്രാണനാണ് ഈശ്വരൻ. അപ്പം മകൻ എന്തായി? പ്രാണനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു. പ്രാണൻ, അപാനൻ,
ഉദാരൻ, സമാനൻ, നാഗൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ തുടങ്ങിയിട്ടുള്ള ദശപ്രാണന്മാരിലേക്ക് പോയി. പ്രാണായാമത്തിന്റെ വ്യത്യസ്ത വശങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പൊ മകൻ മനസ്സിലായി ഈ പ്രാണനൊന്നുമല്ല ഈശ്വരൻ, അതിന്റെ മുകളിൽ വേറെ എന്തോ ഉണ്ട്. നേരെ ഗുരുനാഥന്റെ സമീപത്തേക്ക് വന്നു എന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങനോട് പറഞ്ഞു അന്നമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു, അന്നമല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. പ്രാണനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു, പ്രാണനല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പൊ പറയാണ് മനസ്സാണ് ഈശ്വരൻ. അപ്പൊ മകരെന്ത് ചെയ്തു? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, തുര്യാവസ്ഥ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ്കോൺഷ്യസ് മൈൻഡുകളെ കുറിച്ച് പഠിച്ചു. മനോമയ കോശത്തിന്റെ അകത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴും മകന് മനസ്സിലായി ഇതല്ല ഈശ്വരൻ. അപ്പൊ എത്ര കാര്യത്തെ കുറിച്ച് മകൻ പഠിച്ചു? എത്ര കാര്യത്തെ കുറിച്ച് പഠിച്ചു? ആദ്യം അന്നമല്ല ഈശ്വരൻ എന്ന് പറഞ്ഞു, പിന്നീട് പ്രാണനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോൾ പ്രാണനല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. മനസ്സാണ് ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സല്ല ഈശ്വരൻ എന്ന് മനസ്സിലായി. വീണ്ടും ഗുരുനാഥനോട് ചോദിച്ചു എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗുരുനാഥൻ പറഞ്ഞത് ബുദ്ധി അഥവാ ജ്ഞാനമാണ് ഈശ്വരൻ. മകനോടൊന്നായിട്ട് ബുദ്ധി ഉണർന്നു. ബുദ്ധി ഉണർന്ന സമയത്ത് ജ്ഞാനത്തെ ലഭിച്ചു. ആ ജ്ഞാനത്തെ ലഭിച്ച സമയത്ത് എൻ്റെ പല സംശയങ്ങൾക്കും ഉത്തരം തീർന്നു. വീണ്ടും ഗുരുനാഥനടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതൊക്കെ മനസ്സിലായി, പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ ഒരു സംശയം നിലനിൽക്കുകയാണ്, എന്താണ് ഈശ്വരൻ? വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. മകൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചു എന്നറിഞ്ഞപ്പോൾ ആനന്ദമാണ് ഈശ്വരൻ. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്തിയാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ആനന്ദമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ആദ്യം നമ്മളിൽ ഉണ്ടാവുക ഞാൻ എന്നുള്ള ഭാവമാണ്. ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാകും. ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാറ്റം ഉണ്ടാക്കിയിടണം. അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം, ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ഞാനായി ധ്യാനത്തിലേക്ക് പോകുന്നു. നല്ലവണ്ണം ധ്യാനിക്കുന്ന സമയത്ത് നാം അറിയാതെ ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങും. ഈശ്വരനെ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആനന്ദം നമുക്കുണ്ടാകുന്നത്. ഞാൻ, ധ്യാനം, ഈശ്വരൻ, ആനന്ദം. ഇതാണ് നേരത്തെ പറഞ്ഞ സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്തിയാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞത് സർവവ്യാപിയായ ഈശ്വരൻ. ചിത്ത് എന്ന് പറഞ്ഞത് ജ്ഞാനസ്വരൂപൻ. ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ വിഷയാനന്ദം. ഭക്തി എന്ന് പറയുന്നത് 4 തരത്തിലാണുള്ളത്. അതിൽ ആദ്യത്തേത് നിർഗുണ ഭക്തി എന്ന് പറയും. ആദ്യത്തേത് നിർഗുണ ഭക്തിയാണ്. പാലം കുലുങ്ങിയാൽ കേളം കുലുങ്ങുക. ഭക്തി 4 തരത്തിലാണെന്ന് സൂചിപ്പിക്കും.